വയനാട് ട്രൈബൽസ് ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. ആ പ്രദേശത്ത് ഈ ട്രൈബൽസ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ പലതവണ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്, അതോടൊപ്പം തന്നെ അക്രമത്തിനും ഇരയാകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇത് തുടർക്കഥയായിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം എന്താണ്? ഏറ്റവും പുതിയതായിട്ട് വയനാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതായത് ഒരു ആദിവാസി യുവാവിനെ 4 ചെറുപ്പക്കാർ കാർ വലിച്ചിഴച്ച് റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ പറയേണ്ടത് ഈ ഭക്ഷണത്തിന് വേണ്ടി ഒരു ആദിവാസി യുവാവിനെ തല്ലിക്കൊന്ന സംസ്ഥാനത്താണ് ഒരു ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇത് സാധാരണയാണ്. കാരണം ഇത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം, അതായത് ഈ 4 വിദ്യാർത്ഥി, അതായത് 4 യുവാക്കൾ ചെക്ക് ഡാം കാണാനാണ് വയനാട്ടിലെത്തിയത്. അവിടെ മറ്റൊരു വിനോദസഞ്ചാരികളുമായി ഇവർ തർക്കത്തിലേർപ്പെടുന്നു. തർക്കം എന്താണെന്ന് പുറത്ത് വന്നിട്ടില്ല, എന്നിരുന്നാലും ഇവർ തർക്കത്തിലേർപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തർക്കം രൂക്ഷമായപ്പോൾ മാദൻ എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ആക്രമണത്തിനിടയായത്. മാദൻ വന്ന് എന്താണ് പ്രശ്നമെന്ന് തിരക്കുകയും ഈ പ്രശ്നത്തിനെ തണുപ്പിക്കാൻ, അതായത് പ്രശ്നത്തെ പരിഹരിക്കാൻ ഇദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രകോപിതരായ ഈ യുവാക്കൾ ഇദ്ദേഹത്തെ അര കിലോമീറ്ററുകളോളം കാറിൽ കൈകൾ കുരുക്കിലാക്കിയിട്ട് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന് ഒരുപാട് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കാലിലും മുതുകിലും വയറ്റിലുമായി ഒരുപാട് പരിക്കുകളാണ് ഇദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. കാരണം ഒരു പ്രശ്നം അട്ടപ്പാടിയിലായിരുന്നു മധുവുമായി ബന്ധപ്പെട്ട് ആ കൊലപാതകം നടന്നത്. അന്ന് ഈ മധുവിനെ മർദ്ദിച്ചതും കൊലപ്പെടുത്തിയതും അതിൽ ഏറ്റവും കൂടുതൽ യുവാക്കളായിരുന്നല്ലോ. എന്തായാലും യുവാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആക്രമണങ്ങൾ നിരന്തരമായി ഉണ്ടാകുകയാണ്, പ്രത്യേകിച്ച് ഈ ട്രൈബൽസിനെതിരെ. അപ്പോൾ ഇതെന്തായിരിക്കും ഇവരുടെ ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരാനുള്ള കാരണം എന്തായിരിക്കും? ഈ അഹങ്കാരമായിരിക്കും, അതോ പണത്തോടുള്ള അമിതമായ പണമെല്ലാം ലഭിക്കുന്നു എന്ന ചിന്തയും തങ്ങൾ വലിയ എന്തോ സംഭവമാണെന്ന ചിന്തയായിരിക്കുമോ ഇങ്ങനെ ഈ ട്രൈബൽസിനെ എല്ലാം നിരന്തരം ഇങ്ങനെ വേട്ടയാടാനും അതോടൊപ്പം തന്നെ അവരെ ചൂഷണം ചെയ്യാനെല്ലാം കാരണമാകുന്നത്? ഉറപ്പായിട്ടും ഒന്ന് പണത്തിന്റെ അഹങ്കാരം തന്നെയായിരിക്കും. 2 നിയമത്തിൽ പേടിയില്ല. കാരണം ഇവിടെ ഒരു ബലാത്സംഗം അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ചെയ്ത പ്രതിക്കും ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊലപാതകം ചെയ്ത പ്രതിക്കും സമാന ശിക്ഷ തന്നെയാണ് കിട്ടുന്നത്. ഇവർ ഈ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുമ്പോഴും സമാന കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്യുന്നു. അതായത് നിയമം ഇവർക്കൊന്നും ആകുന്നില്ല. കാരണം ഇത്രയും 10 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച ഒരാൾ വീണ്ടും ജയിൽ മോചിതനാകുമ്പോഴും ഇതേ സമാന കുറ്റകൃത്യം, അതായത് ബലാത്സംഗമാകാം, ചിലപ്പോൾ കൊലപാതകമാകാം, എന്തുമാകാം, അത് തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിയമത്തിൽ ഒരു വിശ്വാസമില്ല. അപ്പോൾ തങ്ങൾ എന്ത് ചെയ്താലും നിയമത്തിൽ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഒരു അഭിഭാഷകൻ വന്ന് ജാമ്യം എടുക്കും, അത്രേ ഉണ്ടാകുന്നുള്ളൂ. ഇന്ത്യയിൽ ഈ ട്രൈബൽസ് SC/ST ബന്ധപ്പെട്ട് അങ്ങനെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, അവരെ എന്തെങ്കിലും തരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ ശക്തമായ നിയമമാണുള്ളത്. വലിയ ശിക്ഷകളാണ് ഈ നമ്മുടെ നിയമ സംവിധാനം പറയുന്നത്. പക്ഷേ ഇതൊന്നും നടപ്പിലാക്കുന്ന രീതിയാണല്ലേ തെറ്റ്. കാരണം പോലീസൊന്നും ഇതിൽ കൃത്യമായി ഇടപെടുകയോ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യുന്നില്ല. ആ രീതി കൊണ്ടാണല്ലോ ഇപ്പം പറഞ്ഞ പോലെ പല കേസുകളിൽ ഈ പ്രതികൾ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു രക്ഷപ്പെടുന്നത് കൊണ്ടായിരിക്കും ഇവർക്ക് ഈ ധൈര്യം ലഭിക്കുന്നത്. തങ്ങൾ എന്ത് കുറ്റം ചെയ്താലും തങ്ങൾക്ക് രക്ഷപ്പെടാം, തങ്ങളെ ഒന്നും ചെയ്യില്ല, നിയമത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഊരി പുറത്തു വരാമെന്ന ചിന്ത. അപ്പോൾ നമ്മുടെ നിയമ സംവിധാനം, പ്രത്യേകിച്ച് പോലീസല്ല ഇതിൽ ജാഗ്രത പാലിക്കണ്ടേ? അവർ തങ്ങളുടെ ജോലിയോട് കൂറ് പുലർത്തിയാൽ മാത്രമല്ലേ ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിയുകയുള്ളൂ. ഉറപ്പായിട്ടും. അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ആദിവാസികളോട്, അതായത് താഴെത്തട്ടിലുള്ള ജനങ്ങളോട് എന്തും ചെയ്യാമെന്നൊരു നിലപാടാണ് പൊതുവെ ജനങ്ങൾക്കുള്ളത്. അതായത് ഇപ്പോൾ ആദിവാസി എന്നല്ല, താഴെത്തട്ടിലുള്ള ഏതാളുകളോട് എന്തും ചെയ്യും. കാരണം അവരെ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാൻ വരില്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് മധുവിൻ്റെ കേസ് തന്നെ എടുക്കാം. ആദ്യമായിട്ട് അട്ടപ്പാടിയിൽ മധു അത് ഒരു ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു കടയിൽ നിന്ന് അദ്ദേഹം മോഷ്ടിച്ചത്. പക്ഷേ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് അവിടെയുള്ള കൂട്ടം കൂടുകയും അദ്ദേഹത്തെ വളരെ ക്രൂരമായിട്ട് തല്ലിക്കൊല്ലുകയും ചെയ്തത്. കാരണം മനുഷ്യ മനസാക്ഷി പോലും ഞെട്ടിച്ചതാണ്. അതായത് ഒരു ഭക്ഷണം മോഷ്ടിച്ചതിനാണ്, മറ്റൊന്നുമല്ല. സ്വർണമാണെങ്കിലൊക്കെ അയാൾ ഒരു കവർച്ചക്കാരനാണ്, അയാൾക്ക് എന്തായാലും ശിക്ഷ ഉറപ്പാക്കണം. മോഷണമാണെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ ഒരു ഭക്ഷണം മോഷ്ടിച്ചതിനാണ് അദ്ദേഹത്തെ തല്ലിക്കൊന്നത്. അത്
വളരെ ക്രൂരമായൊരു കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ മധുവിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതായത് SC ST പോലെയുള്ളവർക്ക് SC ST കളെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ കടുത്ത നിയമം തന്നെ ഇന്ത്യയിൽ പറയുന്നുണ്ട്. അത് ഉറപ്പാണ്, ഭരണഘടനയിൽ പറയുന്നുണ്ട്. പക്ഷേ മധുവിൻ്റെ കേസ് എടുത്താൽ അതിൽ 1ഉം 2ഉം മാത്രമല്ല, ഒരുപാട് പ്രതികളായിരുന്നു മധുവിനെ കൊല്ലാനുണ്ടായിരുന്നതും. സാക്ഷികളായിട്ടും ഒരുപാട് പേരുണ്ടായിരുന്നത്. ഇപ്പോഴും മധുവിൻ്റെ കേസിൽ വന്നൊരു സുപ്രധാന വഴിത്തിരിവെന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അതിൽ നിന്ന് കൂറുമാറിയായിരുന്നു. സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയായിരുന്നു. തങ്ങളൊന്നും കണ്ടിട്ടില്ല, അതായത് ഒരു ആദിവാസി യുവാവിന് കൊലപാതകമാണ്, എങ്ങും എത്തൂല എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു വിശ്വാസ്യതയാണ് ഇപ്പോൾ. ആ ഒരു വിശ്വാസ്യത തന്നെയാണ് ഈ മാദന്റെ കേസിൽ നമ്മൾ എടുത്തു നോക്കിയാൽ പറയാവുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു വണ്ടിപ്പെരിയാർ ബലാത്സംഗം. അതായത് ഒരു 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി കെട്ടിത്തൂക്കി. കോടതി തന്നെ പ്രതിനെ വെറുതെ വിട്ടു. കാരണം പ്രതിക്കെതിരായ തെളിവുകളൊന്നും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ പ്രതിക്കെതിരെ അയാൾ പ്രതിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും ഇല്ല എന്ന് കോടതി തന്നെയാണ് അയാളെ വെറുതെ വിട്ടത്. പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ പറയുന്നുണ്ട് ഇയാൾ തന്നെയാണ് തങ്ങളുടെ മകളെ ക്രൂരമായി കൊലപ്പെടുത്തി കൊന്നത്. എന്നിട്ടും ഇവിടുത്തെ കോടതി ആ ഒരു പ്രതിനെ വെറുതെ വിടുന്നു, അതായത് മോചനാക്കുന്നു. കാരണം പ്രതി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കോടതി തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്ത് ഒരു ആദിവാസി യുവാവിനോട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സാധാരണമായ കാഴ്ച തന്നെയാണ്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കുറ്റകരമാണ്. ഈ വലിച്ചിഴച്ച് അവിടെ വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇതിനേക്കാൾ ദുരിതമാണ് അവിടെ ട്രൈബൽസിൻ്റെ ആദിവാസികളുടെ ജീവിതം. കാരണം അതിന് വയനാടോട് ചേർന്ന കർണാടക മറ്റു സംസ്ഥാനമാണ്. അവിടെ കുടകിൽ കൃഷിക്കായി ജനങ്ങളെ, ഈ ട്രൈബൽസിനെ അവിടെ എത്തിക്കും. അവിടെ എത്തിച്ച് അവർക്ക് മദ്യം കൊടുക്കുകയും ഈ കുടകിൽ ഇപ്പോൾ തന്നെ ഈ ഒരു 4-5 വർഷത്തിന് തന്നെ 10-15 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്, ദുരൂഹമായി മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സർക്കാരൊന്നും ഇതെന്താണ് മരണത്തിനുള്ള കാരണമായി അന്വേഷിക്കുന്നില്ല. അവരെ പോകുമ്പോൾ എത്ര പേർ അങ്ങോട്ട് പോകുന്നു, അതെന്താണ് മരണപ്പെടാനുള്ള കാരണം എന്ന രീതിയിലൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുകളും ഉണ്ടാകാത്തതാണ് വയനാട്ടിൽ ഇപ്പോൾ അവിടുത്തെ ആദിവാസികൾ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം നാം എല്ലാവരും ഇവിടെ കേരളത്തിൽ സാമൂഹിക പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും ഇപ്പോഴും വയനാട്ടിലെ ആദിവാസികളുടെ ജീവിത സാഹചര്യം ഇപ്പോഴും ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട പല വിഭാഗങ്ങളും. പക്ഷെ അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകാനും അതോടൊപ്പം തന്നെ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുവാനും അവരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രത്യേകം എന്തെങ്കിലും സെല്ലോ അതോടൊപ്പം തന്നെ ഇവരുടെ പരാതികൾ കേൾക്കാനോ ഒന്നും സർക്കാർ തയ്യാറാകുന്നില്ല. നമ്മുടെ സംവിധാനങ്ങൾ കൂടി ഇതിൽ കൂടുതൽ ശക്തിപ്പെടേണ്ടേ? ഉറപ്പായിട്ടും. കാരണം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്നുണ്ട്. അവർക്ക് മറ്റൊരു അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ഭൂമി നൽകാതെയാണ് ഇവരെ സ്വന്തം സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിക്കുന്നത്. അത് തന്നെ ആദിവാസികളോട്, അതായത് സർക്കാരും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ എന്തായാലും കുടിയൊഴിപ്പിക്കൽ. അത് തന്നെ ആദിവാസികളോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ്. കാരണം ആദിവാസികളോട് എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാൻ സാധിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ താഴെ തട്ടിലുള്ളവർ പണ്ട് നമ്മളൊരു ജന്മി മുതലാളിത്ത കാലമായിരുന്നു. അപ്പോൾ താഴെ തട്ടിലുള്ളവരുടെ ജന്മിമാർ എന്തും ചെയ്യാൻ, ചിലപ്പോൾ അവരെ കൊന്നു കുഴിച്ചിട്ടാൽ കൂടി ആരും ഒന്നും ചോദിക്കാനില്ല. അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. സർക്കാർ ഒരുപാട് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. സർക്കാർ ഇപ്പോൾ അപകടങ്ങൾ ഉണ്ടായാലും പീഡനങ്ങൾ ഉണ്ടായാലും, ഇപ്പോൾ മാദനെ പോലെ ഒരു ആദിവാസി യുവാവിനെ കാറിൽ ഇങ്ങനെ റോഡിലൂടെ വലിച്ചിഴച്ചു. അപ്പോൾ അതിലും സർക്കാർ ഇന്നൊരു വിശദീകരണം നൽകുമായിരിക്കും, ആദിവാസികൾക്കെതിരെ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് കടുത്ത നിയമം തന്നെ നൽകുമെന്ന് സർക്കാർ പറയും. പക്ഷേ എപ്പോഴും വെള്ളത്തിൽ വരച്ച വര പോലെയാണ് സർക്കാരിൻ്റെ കാര്യം പറയുന്നത്. സർക്കാർ മുമ്പ് പറഞ്ഞ നിയമങ്ങൾ തന്നെയായിരിക്കും ഇപ്പോഴും നടപ്പിലാക്കാൻ പോകുന്നത്. പക്ഷെ അവർ നടപ്പിലാക്കും, പക്ഷെ അതാരും അനുസരിക്കില്ല. എന്തായാലും ആദിവാസികളുടെ ക്രൂരത കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും നിഷ്ക്രൂരമായ, അതായത് 4 യുവാക്കളാണ് ആ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവരെ പിടികൂടിയിട്ടില്ല, പോലീസ് വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിനെ ഇങ്ങനെ വലിച്ചയച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്ത് 2 ആഴ്ചക്കകം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കൊടും ക്രൂരത തന്നെയാണ്. ഇനിയെങ്കിലും ശക്തമായൊരു നിയമം വന്ന് ആദിവാസികളോട് ഇങ്ങനെ ചെയ്യരുത്, ചെയ്താൽ ഇതായിരിക്കും കടുത്ത ശിക്ഷ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. അത് സർക്കാരിന്റെ ബാധ്യത തന്നെയാണ്. ഇനി ഒരിക്കലും ആദിവാസി യുവാക്കൾ ഇങ്ങനൊരു ആക്രമണത്തിൽ ഇരയാവാതിരിക്കട്ടെ. സർക്കാർ പാലിക്കും. സർക്കാരിന്റെ പാർട്ടിക്കാർ അവിടെ വോട്ടിന്റെ തലേ ദിവസം
മദ്യം നൽകുക, വോട്ട് വാങ്ങുക എന്നതാണ് ഇവരുടെ പരിപാടി. അവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ, മന്ത്രിയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സ്ഥലമെല്ലാം ഉണ്ട് തിരുനെല്ലി. അവിടെയെല്ലാം ഇത്തരത്തിലാണ് വലിയ രീതിയിൽ മദ്യപാനവും അതോടൊപ്പം ആ രീതിയാണ് ഇവർ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇവർക്കെല്ലാം ആദിവാസികളും പ്രധാനമല്ല, ദളിതരും പ്രധാനമല്ല, ഇവർക്ക് വോട്ട് വാങ്ങുക, ജയിക്കുക. അതെ, എല്ലാ പ്രതിനിധികളും അങ്ങനെയല്ലേ, വോട്ടിന് വേണ്ടിയിട്ട് വീടുകൾ തോറും കയറി ഇറങ്ങാം. പക്ഷെ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ആരും പൊടി പോലും കാണത്തില്ല. പിന്നെയും സാധാരണക്കാർ തന്നെയാണ്, സമ്പന്നർ ഇപ്പം സമ്പന്നർ തന്നെയാണ്.